ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് ആൻഡ് മധ്യകേരള ബ്രാഞ്ച് സംയുക്തമായി ബാല അവകാശങ്ങളും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയത്തിൽ ആലുവ IMA ഹാളിൽ യോഗം നടത്തി. എറണാകുളം റൂറൽ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വൈഭവ് സക്സേന IPS ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിലെ പോലീസ് വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങളെപ്പറ്റിയും അദ്ദേഹം സംസാരിച്ചു. Particularly the first chapter, so much of cramming was involved regarding the milestones, developments. Of course, Dr. Rafiq told about breastfeeding practices and other things. But now today I have come into the role of, I have been given to talk something about child rights, the role of law enforcement agencies. Fortunately or unfortunately, right now I am on the other side of the table. Earlier, when I was in the medical college, I still remember for all small things, there used to be universities just opposite the medical college, and I think there was no month where fights were not happening. IAP സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഷിമി പൗലോസ് S അധ്യക്ഷത വഹിച്ചു. IAP ദേശീയ നിർവാഹക സമിതി അംഗം ഡോക്ടർ അശോക് കുമാർ വിഷയം അവതരിപ്പിച്ചു. തുടർന്ന് കേരള സ്റ്റേറ്റ് കമ്മീഷണർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അംഗം KK ഷാജു ബാലാവകാശ കമ്മീഷന്റെ പ്രവർത്തനത്തെപ്പറ്റിയും കുട്ടികൾക്കുണ്ടാകുന്ന പീഡനങ്ങളിലും മറ്റും കമ്മീഷന്റെ ഇടപെടലുകളെപ്പറ്റിയും സംസാരിച്ചു. ഇന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനായി ഏതാണ്ട് 18ഓളം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഒരു നല്ല ശതമാനം പ്രശ്നങ്ങളും അവിടെ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് DLSA സെക്രട്ടറിയും ഡിവിഷൻ സീനിയർ സബ് ജഡ്ജുമായ R രജിത ബാലാവകാശങ്ങളെ പറ്റിയുള്ള നിയമവശങ്ങൾ വിശദമായി പ്രതിപാദിച്ചു. IAP മധ്യകേരള പ്രസിഡന്റ് ഡോക്ടർ റഫീഖ്, മധ്യകേരള സെക്രട്ടറി ഡോക്ടർ സോളി മണലേൽ, സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.